ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള ചിക്കൻ കട്ട്ലേറ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ക്രിസ്പി ആയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ തണുത്തിരിക്കുന്ന പോലെ, അല്ലാതെ അത്രയും മൊരിഞ്ഞിരിക്കുന്ന പോലെ ഒന്നും തോന്നത്തില്ല. പക്ഷേ ഇത് നമ്മളിങ്ങനെ ഉണ്ടാക്കി വെച്ചാലും കുറേ നേരം കഴിഞ്ഞാൽ ഇതിങ്ങനെ തന്നെ ഇരിക്കും കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കട്ട്ലേറ്റിന് വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കാം. ഞാനിവിടെ ഒരു 3 ഉരുളക്കിഴങ്ങെടുത്ത് വേവിക്കാനായിട്ട് കുക്കറിൽ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യം ബ്രെഡ് ക്രംസ് ആണ്. അപ്പം ഞാനൊരു 3-4 പീസ് ബ്രെഡിനെ എടുത്ത് നമ്മുടെ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡ് ക്രംസിനെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസ് ഇട്ട് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ, ഒരു 5 മിനിറ്റ് നേരം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. ഞാനും എല്ലും ഇറച്ചിയും കൂടെ ഉള്ള ചിക്കൻ്റെ പീസുകളാട്ടോ എടുത്തിരിക്കുന്നത്. എങ്ങനെ വേണേലും എടുക്കാൻ കുഴപ്പമില്ല. അതിനകത്തേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് ചിക്കൻ വെന്തതിൻ്റെ ആ വെള്ളമുണ്ട്, അത് ഊറ്റിക്കളയാതെ നമുക്കിത് തുറന്ന് വെച്ചൊന്ന് വറ്റിക്കാം കേട്ടോ. അപ്പോഴത്തേനും ആ വെള്ളമൊക്കെ നമ്മുടെ ചിക്കനിലേക്ക് തന്നെ ആയിക്കോളും. അപ്പോൾ ഒന്നും കൂടെ ടേസ്റ്റ് കൂടുവേ. അപ്പോൾ നമുക്കതൊന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ വെള്ളമൊക്കെ വറ്റി ഇതുപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ എല്ലൊക്കെ കളഞ്ഞ് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അരച്ച് തീരെ ഇതായിട്ട് കളയണ്ട, ഈ ഒരു രീതിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, കട്ട്ലേറ്റിന് ഉടയ്ക്കുമ്പോൾ ഒട്ടും തന്നെ കഷ്ണങ്ങളോട് കൂടി കിടക്കരുത്, നല്ലതുപോലെ ഉടയണം. എന്ന് പറഞ്ഞ് മിക്സിയിൽ നിന്നൊന്നും ഇട്ടടിച്ചെടുക്കരുത്. ഇതുപോലെ നല്ലപോലെ ഉടച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി നമുക്കൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഉരുട്ടിയതല്ല, ഞാനൊന്ന് കുഴച്ച് മാറ്റി വെച്ചതാണേ. ഇനി നമ്മളൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിൽ ചൂടായി വരുമ്പോൾ കുറച്ച് പെരുംജീരകം, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് പച്ചമുളകും കൂടെ അരിഞ്ഞതും ഇട്ട് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോളയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് വഴലാനായിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഇതൾ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടും കൊടുത്തിട്ടുണ്ട്. സബോളയൊക്കെ ഒന്ന് വാടി വന്നപ്പോഴത്തേക്കും നമുക്കിനി മസാലപ്പൊടികൾ ചേർക്കാം. ഞാനൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ ഗരം മസാലയും, അതുപോലെ തന്നെ 1 ടീസ്പൂണ് ചിക്കൻ മസാലയും, പിന്നെ ഒരു ടീസ്പൂണ് നമ്മുടെ കുരുമുളക് പൊടിയുമാണ് ചേർത്തിരിക്കുന്നത്. ഇതെല്ലാം ചേർത്ത് നല്ലതുപോലെ ഇളക്കി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം തന്നെ ചിക്കനാണ് ഇട്ട് കൊടുക്കുന്നത്. ചിക്കൻ ഇട്ടിട്ട് നമ്മുടെ ഈ ഗ്രേവി ആയിട്ട് ഇളക്കി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് തന്നെ ഇതിനകത്ത് ഉപ്പുണ്ടോ എന്ന് ശ്രദ്ധിക്കണേ. ഇല്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇപ്പം ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഒരല്പം മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. ഉരുളക്കിഴങ്ങെല്ലാം ഇതുപോലെ ഇങ്ങനെ കുത്തിയിട്ട് ഇളക്കി ഈ ഒരു പരുവത്തിലാക്കി എടുക്കാം കേട്ടോ. നമുക്ക് ഇനി നമുക്ക് മുട്ടയുടെ മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനൊരു 2 മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു അല്പം ഉപ്പും അതുപോലെ തന്നെ ഒരു അല്പം ഗരം മസാലയും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കട്ട്ലേറ്റ് നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചേർക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ കോൺഫ്ലോറാണ്. കോൺഫ്ലോർ ഒരു ടേബിൾ സ്പൂണോളം നമ്മുടെ ഈ മുട്ടയുടെ ഇതിലേക്ക് ചേർത്തിട്ട് ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഈ മുട്ടയുടെ ഇതിലേക്ക്
ഇതിലേക്ക് ചേർത്ത് ഓവറായിട്ട് നമ്മൾ ബീറ്റ് ചെയ്യരുത്. ഒരു ഫോർക്ക് എന്തെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് അടിച്ചൊന്നും പതപ്പിച്ചെടുത്താൽ മതി. ഓവറായിട്ട് ഇതായി കഴിയുമ്പോൾ ആ മുട്ടയുടെ ആ ഒരു പശ പോലത്തെ ആ ഇതങ്ങ് പോകും. അപ്പം നമ്മുടെ ഈ ബാറ്ററിലേക്ക് ശരിക്കും ഇങ്ങനെ പിടിച്ച് നിൽക്കാൻ, എന്നാലേ നമ്മുടെ ബ്രെഡ് ക്രംസ് നല്ലതുപോലെ ഇതിനകത്തേക്ക് പിടിക്കുകയുള്ളൂ. ഈ ഒരു പശവശപ്പുണ്ടെങ്കിലേ ഉള്ളൂ. അതുകൊണ്ട് മുട്ട അധികം ബീറ്റ് ചെയ്ത് ആക്കണ്ട, ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മിക്സ് നമുക്ക് കൈ കൊണ്ട് ഓരോ ഉരുളയെടുത്ത് നല്ലതുപോലെ പ്രസ് ചെയ്യണേ. എന്ന് പറഞ്ഞാൽ ടൈറ്റായിട്ട് പ്രസ് ചെയ്യണം. എന്നാലേ, അല്ലെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും കട്ട്ലേറ്റ് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഉടച്ചില്ലെങ്കിലും നമ്മുടെ കട്ട്ലേറ്റ് പൊട്ടിപ്പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലതുപോലെ പ്രസ് ചെയ്തതിന് ശേഷം കൈ വെച്ച് നല്ലതുപോലെ നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇങ്ങനെ പരത്തി കഴിഞ്ഞ് സൈഡും നല്ലതുപോലെ കൈ വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്ത് നമുക്ക് ഇത് എല്ലാം തന്നെ ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷമാണ് നമ്മളിത് മുട്ടയുടെ മറ്റേ ബ്രെഡ് ക്രംസിൻ്റെ ഇതിനകത്ത് മുക്കി ഇടുന്നത് കേട്ടോ. അപ്പം നമുക്ക് ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഷേപ്പ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇനി ഇങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചത് ഓരോ കട്ട്ലേറ്റും നമ്മുടെ എഗ്ഗിൻ്റെ ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ബ്രെഡ് ക്രംസിൻ്റെ സൈഡിലേക്ക് ഇട്ട് കൊടുത്ത് ബ്രെഡ് ക്രംസും കൂടി കോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഈ മുട്ടയിൽ മുക്കിയിട്ട് നമ്മൾ ഈ ബ്രെഡിൻ്റെ മുകളിൽ നടുവിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ മുട്ടയുടെ ഇതൊക്കെ വീണ് നമ്മുടെ ബ്രെഡ് ക്രംസ് എല്ലാം നനഞ്ഞു പോകും. അതിൻ്റെ ആ ഒരു ഇത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് സൈഡിലേക്ക് ഇടാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ബ്രെഡ് ക്രംസ് മുക്കി വെച്ച എല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് ഇങ്ങനെ പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ. തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ച് കോരിയെടുക്കാം. ഇങ്ങനെ കട്ട്ലേറ്റിൻ്റെ നടുക്കൊരു കളറ് ഇങ്ങനെ വെള്ള കളർ പോലെ വരുവാണെങ്കിൽ അല്പം ചൂട് വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ തൂകി കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇവിടെ നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള കട്ട്ലേറ്റാണ്. നല്ല അടിപൊളി ടേസ്റ്റുമാണ്. നോമ്പൊക്കെ തുറക്കാനായിട്ട് ഉണ്ടാക്കിയ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം കേട്ടോ.